ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ട്രഡീഷണൽ രീതിയിൽ അവലോസ് പൊടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതെൻ്റെ അമ്മൂമ്മയുടെ റെസിപ്പിയാണ്. അതുകൊണ്ട് പക്ക ട്രഡീഷണൽ റെസിപ്പിയാണ്. ഇതിനായിട്ട് ഇതാ 1 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരിക്ക് പകരം നമ്മുടെ കേരള ബ്രൗൺ റൈസ് അല്ലെ കേരള റോ റൈസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഉണക്കലരി വേണമെങ്കിലും എടുക്കാം. അതൊരു 8 മണിക്കൂർ നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തിയ ശേഷം അതിനെ നമ്മുടെ പുട്ടുപൊടിയില്ലേ അതേപോലെ ചെറിയ തരിയോട് കൂടി പൊടിച്ചെടുക്കുക. തീരെ നൈസായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവലോസ് പൊടി അത്ര കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നല്ല പുട്ടുപൊടിയുടെ ഒക്കെ പരുവത്തിൽ ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ച് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത അരിപ്പൊടി നല്ല അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടികട്ടിയുണ്ടെന്ന് നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിക്കും. അതിലേക്ക് നമുക്ക് 2 തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ക്യുമിനാണ്. ഏകദേശം 1 ടീസ്പൂണോളം ക്യുമിൻ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് പുട്ടുപൊടിയൊക്കെ തിരുമ്മുന്ന പോലെ തിരുമ്മിയെടുക്കാം. നമ്മുടെ ആ തേങ്ങയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ പാല്, ആ നനവ് വെച്ച് വേണം ഈ പൊടീനെ ഒന്ന് നനച്ചെടുക്കാനായിട്ട്. ഈ പൊടിയുടെ പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റൊക്കെ നന്നായിട്ട് ഇതേപോലെ തിരുമ്മി കഴിയുമ്പം ഇതിനെ നമ്മുടെ കയ്യിലെടുത്ത് ഒരു ഉരുട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഉരുണ്ട് വരും. നന്നായിട്ട് മീൻസ് ഒത്തിരി ഉരുണ്ട് വരുമെന്നല്ല, നമ്മളൊരു പിടി ഇങ്ങനെ എടുത്ത് ഉരുട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് കട്ടയായിട്ട് വരും. അതാണ് ഇതിൻ്റെ പരുവം. എന്നതിന് ശേഷം നമുക്കിതിനെ ഒരു അരമണിക്കൂർ ഇതേപോലെ തട്ടിപ്പൊത്തി വെക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ കുഴച്ചതിന് ശേഷം ഡയറക്റ്റ് നമുക്ക് അടുപ്പിലേക്ക് കയറ്റി ഇതിനെ നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങും. ഇത് നമ്മൾ അടുപ്പിലേക്ക് വെക്കുകയാണ്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമുക്ക് ഏകദേശം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതിനെ നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ചൂടായി കഴിഞ്ഞ ശേഷം നമ്മൾ ഏറ്റവും ഒരു മീഡിയം ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കുക. കൈ വിടാതെ ഇതിനെ നന്നായിട്ട് ഇളക്കി ഇളക്കി നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഇളക്കണം. ആദ്യത്തെ കുറച്ച് ടൈമൊക്കെ ഇളക്കാൻ നല്ല പാടായിരിക്കും. അതേപോലെ തന്നെ അടി പിടിക്കും തേങ്ങ ചേർത്തിട്ടുള്ളത് കൊണ്ട്. അത് പതിയെ പതിയെ മൂക്കുന്നതനുസരിച്ച് കുറച്ചുകൂടെയും ഈസിയർ ആയിട്ട് വരും. ഇതപ്പോൾ കൈവിടാതെ ഒരു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് ഇതാ ഈ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പരുവം നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളറായി കഴിയുമ്പോൾ അതിൽ ഒരു കട്ട എടുത്ത് നോക്കുക. കട്ട എടുത്ത് നോക്കുമ്പം അത് എന്താ പറയുക, പ്രസ്സായി പോകരുത്. അത് നമ്മൾ ഞെക്കി കഴിയുമ്പോൾ അത് പൊടിഞ്ഞ് വരണം. ആ പരുവത്തിലായി കഴിയുമ്പം ഇതിനെ അടുപ്പത്തു നിന്ന് വാങ്ങിയ ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചൂടാറി കഴിഞ്ഞതിന് ശേഷം അരിച്ചെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ആ കട്ട പൊട്ടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ട്രഡീഷണൽ വേയിൽ ഉണ്ടാക്കുന്ന അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.